അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ദി സെറ്റ് Z5 ഈക്വൽ ടു സെറ്റ് ക്ലാസ് 0, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 അണ്ടർ മോഡുലോ 5 വരെ Z5 is a ring with respect to addition and multiplication of congruence classes. ഇവിടെ അപ്പോൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോൺഗ്രുവൻസ് ക്ലാസ്സസ് ആണ്. ഇനിയിപ്പോൾ തന്നിട്ടില്ലെങ്കിലും എന്താ മനസ്സിലാക്കണം, സെറ്റ് എന്താ അതിനനുസരിച്ചായിരിക്കും അടുത്ത അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. അപ്പോൾ ഇതൊരു റിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫൈനൈറ്റ് ഗ്രൂപ്പ്സ് ആയതുകൊണ്ട് തന്നെ, ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയാനായിട്ടില്ല, ഫൈനൈറ്റ് സെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അഡീഷൻ ടേബിളും മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ആദ്യം വരച്ചിട്ടാണ് ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ ഫൈനൈറ്റ് ആണെങ്കിൽ ഗ്രൂപ്പിൻ്റെ കേസിലൊക്കെ അത് യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്തിരുന്നല്ലോ അല്ലേ, അഡീഷൻ ടേബിളോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളോ, ജനറലി കോമ്പോസിഷൻ ടേബിൾ എന്ന് പറയാം. അപ്പോൾ അഡീഷൻ ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അറിയാമല്ലോ എങ്ങനെയാണ്. ക്ലാസ് 0 പ്ലസ് ക്ലാസ് 0, ക്ലാസ് 1, ക്ലാസ് 0 പ്ലസ് ക്ലാസ് 1, അങ്ങനെ ഓരോന്ന് ചെയ്യുക. അണ്ടർ മോഡുല 5 അതുപോലെ തന്നെ പ്രൊഡക്റ്റും ആ രീതിയിൽ എഴുതിയിട്ട് ആ ടേബിൾ ആദ്യം രണ്ടിൻ്റെയും എഴുതുക. Since all the entries of the above tables are elements of the set Z5, Z5 is closed with respect to both addition and multiplication of congruence classes. അതായത് ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് കിട്ടിയിട്ടുള്ള എൻട്രീസ് ആണിത്. അതുപോലെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ അഡീഷൻ ചെയ്ത് കിട്ടിയിട്ടുള്ള എൻട്രീസ് ആണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ കിട്ടിയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ തന്നിട്ടുള്ള സെറ്റിലുള്ള എലമെൻറ്റ്സ് തന്നെയാണ്. സോ എന്ത് പറയാം, അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും Z5 ക്ലോസ്ഡ് ആണ് അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോൺഗ്രുവൻസ് ക്ലാസ്സസ്. അത് പറയാം. ഇത്ര വലിയ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, 2 മാർക്കിനല്ലേ. എന്നാലും ഇങ്ങനെയെന്നൊക്കെ ഓരോന്ന് മനസ്സിലാക്കി വെക്കുക, വേറെ എവിടെയെങ്കിലും ഉപകാരപ്പെടും. ടു ഷോ ദാറ്റ് Z5 ഈസ് ആൻ അബേലിംഗ് ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ. Z5 അബേലിംഗ് ഗ്രൂപ്പാണെന്ന് കാണിക്കണം അല്ലേ, അഡീഷനിൽ അബേലിംഗ് ഗ്രൂപ്പാണെന്ന് കാണിക്കണം. അതിൽ ആദ്യം അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്യണം അല്ലേ. അതിനു വേണ്ടി 3 എലമെൻറ്റ്സ് എടുത്തു. Z5 എന്ന് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ബിലോങ്സ് ടു Z5, ജനറലി എടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ എ ബി സി ബിലോങ്സ് ടു Z ആവും. എ ബി സി എന്നുള്ളത് സെറ്റിലെ എലമെൻറ്റ്സ് ആവും അല്ലേ. ആൻഡ് സിൻസ് അഡീഷൻ ഈസ് അസോസിയേറ്റീവ് ഇൻ Z, വി ഒബ്റ്റെയിൻ ക്ലാസ് എ പ്ലസ് ക്ലാസ് ബി പ്ലസ് ക്ലാസ് സി. ഇതെങ്ങനെ ചെയ്തിരുന്നത്? ക്ലാസ് ഓഫ് ബി പ്ലസ് സി. ഇനി ഇതിനകത്ത് ആഡ് ചെയ്യാം ക്ലാസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. ഇതൊക്കെ ഇൻറ്റീജേഴ്സാണ്, ഇൻറ്റീജേഴ്സിൻ്റെ അഡീഷൻ അസോസിയേറ്റീവാണ്. അപ്പോൾ ഇതിന് പകരം എ പ്ലസ് ബിക്ക് ബ്രാക്കറ്റ് കൊടുത്തെഴുതാം, എ പ്ലസ് ബി പ്ലസ് സി. ഇനി ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി ക്ലാസ് എ പ്ലസ് ബി പ്ലസ് ക്ലാസ് സി. വീണ്ടും സെപ്പറേറ്റ് ചെയ്തു ക്ലാസ് എ പ്ലസ് ക്ലാസ് ബി പ്ലസ് ക്ലാസ് സി. അപ്പോൾ എന്നിട്ട് ഈ അഡീഷൻ ഓഫ് കോൺഗ്രുവൻസ് ക്ലാസ്സസ് ഈസ് അസോസിയേറ്റീവ്. നെക്സ്റ്റ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് കാണിക്കണം. In the addition table for Z5, the row headed by 0 coincides with the top row and the column headed by 0 coincides with the extreme left column. അതായത് ഇത് രണ്ടുമാണ് പറഞ്ഞത്. ഇത് അതേപോലെ തന്നെ സെയിം ആയിട്ടാണ് വരുന്നത് അല്ലേ. ഈ എന്താണോ എഴുതിയിട്ടുള്ളത് അത് തന്നെയാണ് ഫസ്റ്റ് റോ വന്നിട്ടുള്ളത്. ഇവിടെ അതുപോലെ തന്നെ എക്സ്ട്രീം ലെഫ്റ്റ് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. ഹെൻസ് 0 ഇസ് ദി അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അതായത് 0നെ കൊണ്ട് ഓരോ എലമെൻറ്റും ആഡ് ചെയ്തപ്പോൾ നമുക്ക് സെയിം എലമെൻ്റ് തന്നെ കിട്ടി. നേരെ തിരിച്ചും 2 ഓർഡറിലും ചെയ്തതാണ് ഇത് അല്ലേ. ഇങ്ങനെ ചെയ്യുമ്പോഴും ഇവിടെ ആകുമ്പോൾ ക്ലാസ് 0 പ്ലസ് ക്ലാസ് 1, ഇവിടെ നോക്കുകയാണെങ്കിൽ ക്ലാസ് 1 പ്ലസ് ക്ലാസ് 0 അല്ലേ. രണ്ടാണെങ്കിലും ക്ലാസ് 1 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്നുള്ളത് ക്ലാസ് 0 ആണ്. ഹെൻസ് 0 ഇസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻ ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം ഓഫ് ദി അബോവ് ടേബിൾ. ഈച്ച് എലമെൻറ്റ് ഓഫ് ദി സെറ്റ് Z5 അപ്പിയേഴ്സ് എക്സാക്ട്ലി വൺസ് ആൻഡ് ഫ്രം ദ ടേബിൾ വി ഗെറ്റ് 0 ഇൻവേഴ്സ് ഈക്വൽ ടു 0, 1 ഇൻവേഴ്സ് ഈക്വൽ ടു. അപ്പോൾ 0 ആണ്. 0 എന്ന് പറയുന്നത് ക്ലാസ് 0 എന്ന് എഴുതണം കേട്ടോ. ദ റോ ഹെഡഡ് ബൈ ക്ലാസ് 0 കോയിൻസൈഡ് വിത്ത്, അങ്ങനെ എഴുതണം. ഹെൻസ് ക്ലാസ് 0 ഇസ് ദി അഡിറ്റീവ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അല്ലെങ്കിൽ 0 എലമെൻറ്റ് ഇവിടെ ക്ലാസ് 0 ആണ്. ഇൻ ഈച്ച് റോ ആൻഡ് ഇൻ ഈച്ച് കോളം ദ എബോവ് ടേബിൾ ഈച്ച് എലമെൻറ്റ് ഓഫ് ദ സെറ്റ് Z5 അപ്പിയേഴ്സ് എക്സാക്ട്ലി വൺസ് ആൻഡ് ഫ്രം ദ ടേബിൾ വി ഗെറ്റ് 0 ഇൻവേഴ്സ് 0 ആണ്. ഈ ക്ലാസ് 0ൻ്റെ ഇൻവേഴ്സ് ക്ലാസ് 0 തന്നെയാണ്. ക്ലാസ് 1ൻ്റെ ഇൻവേഴ്സ് കിട്ടുക ക്ലാസ് 4 ആണ്. അതെങ്ങനെ വന്ന്, അതായത് ക്ലാസ് 1 എന്നുള്ളത് ഏതുമായിട്ട് ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ക്ലാസ് 0 വന്നിട്ടുള്ളത് നോക്കുക.
ക്ലാസ് 1 ക്ലാസ് 4 ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് ക്ലാസ് 0 കിട്ടിയിട്ടുള്ളത്. സോ ക്ലാസ് 1ൻ്റെ ഇൻവേഴ്സ് ക്ലാസ് 4 ആണ് വരിക. പിന്നെ ഇത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് ക്ലാസ് 0ൻ്റെ ഇൻവേഴ്സ് ക്ലാസ് 0 തന്നെ വരിക. ഇനി ക്ലാസ് 2ൻ്റെ ഇൻവേഴ്സ് എവിടെ 0 വരുന്ന നോക്കുക, ക്ലാസ് 3ക്ക് നേരെ. അപ്പോൾ ക്ലാസ് 2ൻ്റെ ഇൻവേഴ്സ് ക്ലാസ് 3. ക്ലാസ് 3ൻ്റെ ഇൻവേഴ്സ് അപ്പോൾ ക്ലാസ് 2 ആയിരിക്കും. ക്ലാസ് 4ൻ്റെ ഇൻവേഴ്സ് ക്ലാസ് 1 ആയിരിക്കും. അത് ഇതിൽ നിന്ന് നോക്കിയാലും കിട്ടും. ദസ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെൻറ്റ് എക്സിസ്റ്റ് ആൻഡ് ബിലോങ്സ് ടു ദ സെറ്റ് എസ്. അപ്പോൾ ഓരോ എലമെൻറ്റിനും ഇൻവേഴ്സ് ഉണ്ട്. ഫോർ എനി ക്ലാസ് എ ക്ലാസ് ബി ബിലോങ്സ് ടു Z5 എ കോമ ബി ബിലോങ്സ് ടു Z അല്ലേ. ക്ലാസ് എയും ക്ലാസ് ബിയും Z5-ലുള്ളതാണെങ്കിൽ എയും ബിയും ഇൻഡിജേഴ്സ് ആയിരിക്കും. ആൻഡ് സിൻസ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഇൻ Z വി ഒബ്റ്റെയിൻ ക്ലാസ് എ പ്ലസ് ക്ലാസ് ബി എന്നുള്ളത് ക്ലാസ് ഓഫ് എ പ്ലസ് ബി ആണ്. സെറ്റിൽ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് അതിനെ ക്ലാസ് ബി പ്ലസ് എ എഴുതാം. സെപ്പറേറ്റ് ചെയ്ത് എഴുതി ക്ലാസ് ബി പ്ലസ് ക്ലാസ് എ. സോ ക്ലാസ് എ പ്ലസ് ക്ലാസ് ബി ഈക്വൽ ടു ക്ലാസ് ബി പ്ലസ് ക്ലാസ് എ എന്ന് കിട്ടി. ഹെൻസ് അഡീഷൻ ഓഫ് കോൺഗ്രൻസ് ക്ലാസ്സസ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ദാറ്റ് ഇൻ ദി ഫസ്റ്റ് കോമ്പോസിഷൻ ടേബിൾ the entries are symmetric with respect to the diagonals that starts at upper left corner of the table and terminates at the lower right corner. ഇത് നമ്മൾ ഫൈനൈറ്റ് കേസിൽ ഗ്രൂപ്പാണ് നോക്കാൻ വേണ്ടി ടേബിൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി പറഞ്ഞിരുന്നു. അവിടെ പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. കമ്മ്യൂട്ടേറ്റീവ് നോക്കാൻ ഈ ഡയഗണൽസിൻ്റെ രണ്ട് സൈഡിലും ഒരേ രീതിയിലാണോ വരുന്നത് എലമെൻറ്റ്സ് നോക്കിയാൽ മതി. സിമ്മട്രിക് എബൌട്ട് ഡയഗണലാണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഡയഗണൽ വരുന്നതാണ് ക്ലാസ് 0, ക്ലാസ് 2, ക്ലാസ് 4, ക്ലാസ് 1, ക്ലാസ് 3. രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലാസ് 1 ഒരേപോലെ ഉണ്ട്, അതുപോലെ ക്ലാസ് 3 ഒരുപോലെ ഉണ്ട്, ക്ലാസ് 2 ഒക്കെ ഒരു പൊസിഷനിലാണ് വരുന്നത്. സോ സിമ്മട്രിക് എബൌട്ട് ഡയഗണലാണ്, അത് വെച്ചിട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. Thus Z5 satisfies all group axioms and is commutative under addition of congruence classes. അപ്പോൾ എന്ത് പറയാം, Z5 is an abelian group under addition of congruence classes to show that multiplication is associative and commutative. Multiplication associative commutative എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ അസോസിയേറ്റീവും കമ്മ്യൂട്ടേറ്റിവിറ്റിയും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 എലമെൻറ്റ്സ് എടുത്തു. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ബിലോങ്സ് ടു Z5. അപ്പോൾ എ ബി സി എന്നുള്ള എലമെൻറ്റ്സ് ഇൻറ്റീജേഴ്സ് ആവും. അപ്പോൾ അത് വെച്ചിട്ട് പറയാം നമുക്കിതിൻ്റെ പ്രൂഫ്. ക്ലാസ് എ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് എ ബ്രാക്കറ്റിൽ ക്ലാസ് ബി ഇൻറ്റു ക്ലാസ് സി കൊടുത്തു. ക്ലാസ് ബി ഇൻറ്റു ക്ലാസ് സിക്ക് പകരം ക്ലാസ് ബി ഇൻറ്റു സി എന്ന് എഴുതാം അല്ലേ. ക്ലാസ് എ ഇൻറ്റു ക്ലാസ് ബി ഇൻറ്റു സി. അപ്പോൾ ഇതിന് വീണ്ടും പ്രൊഡക്റ്റ് കണ്ടു, ക്ലാസ് ഓഫ് എ ഇൻറ്റു ബ്രാക്കറ്റിൽ ബി ഇൻറ്റു സി എന്ന് എഴുതാം. ഇവിടെ എയും ബിയും സിയും ഒക്കെ ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് ഈ ബ്രാക്കറ്റ് ജസ്റ്റ് മാറ്റി കൊടുക്കാം. എ ഇൻറ്റു ബി ഇൻറ്റു സി അതിൻ്റെ കോൺഗ്രൻസ് ക്ലാസ് വരും. സെപ്പറേറ്റ് ചെയ്ത് എഴുതി ക്ലാസ് ഓഫ് എ ഇൻറ്റു ബി ഇൻറ്റു ക്ലാസ് ഓഫ് സി. വീണ്ടും സെപ്പറേറ്റ് ചെയ്തു, ഇതിനെ ക്ലാസ് എ ഇൻറ്റു ക്ലാസ് ബി എന്ന് എഴുതി. ക്ലാസ് എ ഇൻറ്റു ക്ലാസ് ബി അതിന് ബ്രാക്കറ്റ് കൊടുത്തു ക്ലാസ് സി. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തു മൾട്ടിപ്ലിക്കേഷനിൽ. അതുപോലെ തന്നെ ഇവിടെ അഡീഷൻ അല്ല കേട്ടോ, മൾട്ടിപ്ലിക്കേഷനാണ്. അഡീഷൻ നമ്മൾ ഓൾറെഡി അബെലിയൻ ഗ്രൂപ്പ് അതിൽ പ്രൂവ് ചെയ്തല്ലോ. ഇവിടെ പ്രൊഡക്റ്റാണ് ക്ലാസ് എ ഇൻറ്റു ക്ലാസ് ബി എന്നുള്ളത് ക്ലാസ് എ ഇൻറ്റു ബി. എയും ബിയും ഇൻറ്റിജേഴ്സാണ്. അപ്പോൾ എ ഇൻറ്റു ബിനെ നമുക്ക് ബി ഇൻറ്റു എ എന്ന് എഴുതാം അല്ലേ. ക്ലാസ് ബി ഇൻറ്റു എ അതിനെ ക്ലാസ് ബി ഇൻറ്റു ക്ലാസ് എ എന്ന് എഴുതാം. ഹെൻസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോൺഗ്രൻസ് ക്ലാസ്സസ് ഈസ് അസോസിയേറ്റീവ് ആൻഡ് കമ്മ്യൂട്ടേറ്റീവ്. To show that Z5 has a multiplicative identity. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് കാണിക്കണം. ക്ലാസ് 1 എന്നുള്ള എലമെൻറ്റ് ഇതാണല്ലോ ടേബിൾ അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ക്ലാസ് 1 എന്നുള്ള എലമെൻറ്റ് Z5-ലുണ്ട് അല്ലേ. ആൻഡ് ഫോർ എനി ക്ലാസ് എ ബിലോങ്സ് ടു Z5, ഏതൊരു ക്ലാസ് എ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ക്ലാസ് 1 ഇൻറ്റു ക്ലാസ് എ ഈക്വൽ ടു ക്ലാസ് എ ആണ് കിട്ടുന്നത്. ജസ്റ്റ് ടേബിൾ നോക്കിയാൽ മതി. ക്ലാസ് 1 ഇൻറ്റു ഏത് ചെയ്ത് കഴിഞ്ഞാലും എന്താ കിട്ടണത്, ക്ലാസ് 1 ഇവിടെ ക്ലാസ് 0, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 സെയിം തന്നെയാണ് വരുന്നത്. ഇനി നേരെ തിരിച്ച് ഓരോ എലമെൻറ്റ് ഇൻറ്റു ക്ലാസ് 1 ചെയ്താലും ക്ലാസ് 0 ഇൻറ്റു ക്ലാസ് 1, ക്ലാസ് 0, ക്ലാസ് 1 ഇൻറ്റു ക്ലാസ് 1, ക്ലാസ് 1, ക്ലാസ് 2 ഇൻറ്റു ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 ഇൻറ്റു ക്ലാസ് 1, ക്ലാസ് 3, ക്ലാസ് 4 ഇൻറ്റു ക്ലാസ് 1, ക്ലാസ് 4. ഇത് വെച്ചിട്ട് പറയാം ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ക്ലാസ് 1 ആണ്. ജനറലി പറയുകയാണെങ്കിൽ ക്ലാസ് 1 ഇൻറ്റു ക്ലാസ് എ അതിനെ ക്ലാസ് 1 ഇൻറ്റു എ എന്ന് എഴുതാം അല്ലേ. 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ആണ് സെറ്റിലെ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ് 1. അപ്പോൾ ഏതൊരു ഇൻറ്റീജർ എടുത്തു കഴിഞ്ഞാലും 1 ഇൻറ്റു എ ആണെന്ന് എഴുതാം. അപ്പോൾ ഇതിന് പകരം നമുക്ക് ക്ലാസ് എ എന്ന് എഴുതാം. ക്ലാസ് എന് നേരെ തിരിച്ച് നമുക്ക് ക്ലാസ് എ ഇൻറ്റു 1 എന്നും എഴുതാം.
അതിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു, ക്ലാസ് എ ഇൻറ്റു ക്ലാസ് 1. സോ ക്ലാസ് 1 ഇൻറ്റു ക്ലാസ് എ ഈക്വൽ ടു ക്ലാസ് എ ഇറ്റ് ഈസ് ഈക്വൽ ടു ക്ലാസ് എ ഇൻറ്റു ക്ലാസ് 1 എന്ന് കിട്ടി. ഇതെന്ത് പറയാം, ക്ലാസ് 1 ആണ് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും എക്സിസ്റ്റും ഉണ്ട്. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് നോക്കണം. ഫോർ എനി ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് സി 3 എലമെൻറ്റ്സ് വേണം, 3 എടുത്തു. ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് സി ബിലോങ്സ് ടു Z5 എടുത്തു. അപ്പോൾ എ ബി സി എന്നുള്ളത് ഇൻറ്റീജേഴ്സ് ആയിരിക്കും അല്ലേ, എ ബി സി ഇൻറ്റീജേഴ്സ് ആണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ Z, അതായത് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസൊക്കെ സെറ്റിൽ ഹോൾഡ് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ കോൺഗ്രുവൻസ് ക്ലാസ്സിൻ്റെ കേസിലും പറയാം. ക്ലാസ് എ ഇൻറ്റു ക്ലാസ് ബി പ്ലസ് സി ക്ലാസ് ബി പ്ലസ് ക്ലാസ് സി ഈ ഫോമിലാണല്ലോ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് വരെ. ക്ലാസ് എ ഇൻറ്റു ക്ലാസ് ബി പ്ലസ് ക്ലാസ് സി. അപ്പോൾ ബ്രാക്കറ്റിലുള്ള ക്ലാസ് ബി പ്ലസ് ക്ലാസ് സിനെ നമുക്ക് എന്ത് എഴുതാം, ക്ലാസ് ഓഫ് ബി പ്ലസ് സി എന്ന് എഴുതാം. ക്ലാസ് എ ഇൻറ്റു ക്ലാസ് ബി പ്ലസ് സി ഇറ്റ് ഈസ് ഈക്വൽ ടു ക്ലാസ് ഓഫ് എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് വരും. എ ബി അതിന് എന്തെഴുതാം, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. എ ബി സി ഒക്കെ ഇൻറ്റിജേഴ്സാണ്. സോ എ ഇൻറ്റു ബി പ്ലസ് സിക്ക് പകരം എ ബി പ്ലസ് ബി സി എ ബി പ്ലസ് എ സി അല്ലേ, എ ബി പ്ലസ് എ സി ആണ് കേട്ടോ. എ ബി പ്ലസ് എ സി എന്ന് എഴുതാം. ക്ലാസ് ഓഫ് എ ബി പ്ലസ് ക്ലാസ് ഓഫ് എ ബി പ്ലസ് എ സി. ഇനി അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇവിടെ കറക്റ്റ് തന്നെയാണ്. ക്ലാസ് ഓഫ് എ ബി പ്ലസ് ക്ലാസ് ഓഫ് എ സി എന്ന് എഴുതി. പിന്നെ വീണ്ടും മൾട്ടിപ്ലിക്കേഷനിലും സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ക്ലാസ് എ ബിനെ ക്ലാസ് എ ഇൻറ്റു ക്ലാസ് ബി എന്ന് എഴുതാം. ക്ലാസ് എ ഇൻറ്റു ക്ലാസ് ബി പ്ലസ് ക്ലാസ് എ ഇൻറ്റു ക്ലാസ് സി. ക്ലാസ് എ ഇൻറ്റു ക്ലാസ് സി ആട്ടോ, ക്ലാസ് ബി അല്ല. അപ്പോൾ ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തു. ഇനി ഇതുപോലെ റേറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും നോക്കാം. ഇനി ജസ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് വെച്ച് പറഞ്ഞാലും മതി. അപ്പോൾ റേറ്റ് നോക്കുമ്പോൾ ക്ലാസ് എ പ്ലസ് ക്ലാസ് ബി ഇൻറ്റു ക്ലാസ് സി ഈക്വൽ ടു ക്ലാസ് എ പ്ലസ് ബി ഇൻറ്റു ക്ലാസ് സി അല്ലേ. ബ്രാക്കറ്റിൽ ക്ലാസ് എ പ്ലസ് ക്ലാസ് ബിനെ ഒരുമിച്ച് ചെയ്തു. ക്ലാസ് എ പ്ലസ് ബി എന്ന് എഴുതി ഇൻറ്റു ക്ലാസ് സി. പിന്നെ ഇത് തമ്മിൽ പ്രോഡക്റ്റ് കാണുമ്പോൾ ക്ലാസ് എ പ്ലസ് ബി ഇൻറ്റു സി വരും. ഇവിടെ ഇൻറ്റീജേഴ്സ് ആയതുകൊണ്ട് അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ സി പ്ലസ് ബി സി എന്ന് എഴുതാം. അപ്പോൾ ക്ലാസ് ഓഫ് എ സി പ്ലസ് ബി സി എന്ന് എഴുതി. രണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ക്ലാസ് എ സി പ്ലസ് ക്ലാസ് ബി സി. വീണ്ടും മൾട്ടിപ്ലിക്കേഷനിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ക്ലാസ് എ ഇൻറ്റു ക്ലാസ് സി പ്ലസ് ക്ലാസ് ബി ഇൻറ്റു ക്ലാസ് സി എന്ന് എഴുതി. ദസ് ബോത്ത് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് അല്ലേ, ഹോൾഡ് ചെയ്തില്ലേ. ക്ലാസ് എ ഇൻറ്റു ക്ലാസ് സി പ്ലസ് ക്ലാസ് ബി ഇൻറ്റു ക്ലാസ് സി എന്ന് കിട്ടി അല്ലേ. ഇവിടെ അതുപോലെ ക്ലാസ് എ ക്ലാസ് ബി പ്ലസ് ക്ലാസ് എ ക്ലാസ് സി അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ എഴുതിയത് തെറ്റിപ്പോയതാണ്. ദസ് ബോത്ത് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആൻഡ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആർ സാറ്റിസ്ഫൈഡ് ഇൻ Z5. Therefore the set Z5 is a commutative ring with respect to addition and multiplication of congruence classes. അപ്പോൾ Z5 എന്നുള്ളത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണെന്ന് കിട്ടി.